ഏറ്റവും സ്നേഹാദരങ്ങളുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുവന്ദ്യരായ നിയാസ് ഫാദിലി ഉസ്താദ്, സ്വാഗതം ആശംസിച്ച വന്ദ്യരായ സിറാജുദ്ദീൻ സാഹിബ്, പ്രാർത്ഥന നിർവഹിച്ച പ്രിയപ്പെട്ട റഷീദ് മുസ്ലിയാർ, ഇവിടെ നമ്മളെ ആശംസിക്കുകയും ദീർഘകാലമായി നമ്മുടെ മഹല്ലിനും അതിൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു കരുത്തായി നിലകൊള്ളുകയും ചെയ്യുന്ന സയ്യിദ് സാഹിബ്, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് മുതിരുന്നില്ല. നമ്മുടെ കുട്ടികളുടെ വിവിധങ്ങളായ കലാപ്രകടനങ്ങൾ ഇനിയും ഇവിടെ നടക്കുവാനുണ്ട് എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് അവരുടെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ഇവിടെ ഇനിയും നടക്കേണ്ടതുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്തരം സംരംഭങ്ങളെല്ലാം സമ്പൂർണമായ വിജയത്തിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ നമ്മുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവരെ മികച്ച ഭാവിയുള്ള രണ്ട് ലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്കും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ പോസിറ്റീവായിട്ട് ഉപകരിക്കുന്നവരുമാക്കി വളർത്തിയെടുക്കുക എന്നത് ഓരോ പാരന്റിന്റെയും ലക്ഷ്യമാണ്. വല്ല വിധേനയും അവർ വളർന്നു വരട്ടെ എന്ന് ചിന്തിക്കുന്നവർ അല്ല നമ്മളാരും. മറിച്ച് നല്ല നിലയിൽ തന്നെ അവരുടെ വളർച്ച ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മെ തന്നെ മറന്നുകൊണ്ട് അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ് നാം. അത്രയും കൃത്യമായ പാരന്റിങ്ങിന്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമുക്ക് പോകാനുണ്ട്. ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഒരു നല്ല കുട്ടിയാവുക എന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉത്തരം കുട്ടികളെല്ലാവരും നല്ലവരാണ് എന്നതാണ്. രാജാക്കന്മാരായി വളർന്നു വരുന്ന അല്ലെങ്കിൽ ജനിച്ചു വീഴുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ചിത്രശലഭങ്ങളെപ്പോലെ പാറിപ്പടന്ന് നടക്കുന്ന ഒരു കാലത്ത് അവര് പോലും കാണാതെ ഒരു ചരട് കെട്ടി പറക്കേണ്ട വഴികളിലൂടെ മാത്രം അവരെ പറക്കാൻ അനുവദിക്കുകയും അരുതാത്ത വഴികളിലേക്ക് പോകാനുള്ള അവസരങ്ങളില്ലാതെ അവരെ നിയന്ത്രിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് നല്ല രക്ഷിതാക്കൾ. 4 കാര്യങ്ങളാണ് ഒരു കുഞ്ഞിന് നാം നൽകുന്നത്. ഒന്ന്, അവന്റെ ഫിസിക്കലായിട്ടുള്ള ശാരീരികമായ വളർച്ച. രണ്ടാമത്തെ കാര്യം അവന്റെ ഇമോഷണൽ ഗ്രോത്ത് ആണ്, വൈകാരികമായ വളർച്ചയാണ്. മൂന്നാമത്തെ ഒന്ന് അവരുടെ സോഷ്യൽ ഗ്രോത്ത് ആണ്, സാമൂഹികമായ വളർച്ചയാണ്. നാലാമത്തേത് അവരുടെ മോറൽ ഗ്രോത്ത് ആണ്. അവരും അവരുടെ അല്ലാഹുവും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന വളർച്ചയാണ്.
ഈ 4 വളർച്ചകളെയും കൃത്യമായി പരിപോഷിപ്പിച്ച് കൊണ്ടുവരിക എന്നതാണ് പാരന്റിങ് അല്ലെങ്കിൽ രക്ഷകർതൃത്വം എന്ന് പറയുന്നത്. അതേതു പ്രായത്തിൽ നടക്കണമെന്ന് ചോദിച്ചാൽ ഏർലി ചൈൽഡ്ഹുഡ് പഠിപ്പിക്കുന്ന അതിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നവർ സൂചിപ്പിക്കുന്നത് 7 വയസ്സ് ആകുമ്പോഴേക്ക് ഈ മേഖലകളിലെല്ലാം തന്നെ അവരെ കൃത്യമായി കൊണ്ടുപോകാൻ ഒരു രക്ഷിതാവിന് കഴിയണം എന്നാണ്. 7 വയസ്സാകുന്നതിന്റെ മുമ്പ് ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞ് 70 വയസ്സുവരെ ജീവിക്കുന്നുവെങ്കിൽ ആ 70 വയസ്സുവരെയുള്ള ജീവിതത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള പഠനങ്ങളും അവന്റെ ജീവിതത്തിൽ 7 വയസ്സിനുള്ളിൽ നടന്നിരിക്കണമെന്നർത്ഥം. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കുട്ടികളല്ലേ എന്ന് പറയുന്ന കാലത്താണ് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് എന്നർത്ഥം. വെള്ളവും വളവുമൊക്കെ നൽകേണ്ടത് എപ്പോഴും ഒരു ചെടിയെ നട്ടുപിടിപ്പിച്ച ഉടനെ ഫലപ്രദമായ രൂപത്തിൽ അതിനെ നട്ടും വളർത്തിയും ഉണ്ടാക്കണമെന്നാണ്. അതിനാണ് ECCE മാനേജ്മെന്റ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. അതിന് വ്യത്യസ്തങ്ങളായ ട്രെയിനിങ്ങുകൾ നമ്മൾ നൽകി വരുന്നുണ്ട്. അവിടെ 1 വയസ്സ് മുതലും 2 വയസ്സ് മുതലും 3 വയസ്സ് മുതലും 4 വയസ്സ് മുതലും ഒക്കെ ആയിട്ട് വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് സെന്ററുകളിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുന്നുണ്ട്. വീഴ്ച സംഭവിക്കാത്ത വിധം ആ പ്രായത്തിൽ നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് മുന്നോട്ട് നടത്താനുള്ള ശ്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴാണ് ആ കുഞ്ഞ് ഭാവിയിൽ നമുക്ക് സന്തോഷമുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന നല്ല കുട്ടികളായിട്ട് മാറുന്നത്. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് മുമ്പ് കിൻഡർ ഗാർട്ടനുകളിലൂടെ നാം നടത്തിയിരുന്നത്. KG ക്ലാസുകൾ എന്ന് നമ്മൾ പറയും, കിൻഡർ ഗാർട്ടനുകൾ. അത് ലോവറും അപ്പറുമായിട്ട് 2 ക്ലാസ്സിൽ ചുരുക്കിയിരുന്ന കാലത്ത് 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയായിരുന്നു അതിൻ്റെ പ്രായം. എന്നാൽ പുതിയ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വന്നപ്പോ, പുതിയ NEP അവതരിപ്പിക്കപ്പെട്ടപ്പോ, നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അവതരിപ്പിക്കപ്പെട്ടപ്പോ 3 വയസ്സു മുതൽ കുട്ടികളെ നിർബന്ധമായും കലാലയങ്ങളിൽ പറഞ്ഞയച്ച് പരിശീലിപ്പിക്കണമെന്നതാണ് പുതിയ നിയമം. അതുകൊണ്ട് LKGക്ക് മുമ്പ് ഒരു പ്രീ KG എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് മൊത്തത്തിൽ ലോകം മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ട്? ആ പ്രായം മുതലേ കുട്ടികളുടെ വൈജ്ഞാനികമായ വൈകാരികമായ വളർച്ചകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്ന സൈക്കോളജിക്കലായിട്ടുള്ള തിരിച്ചറിവ്. അതുകൊണ്ടാണ് 3 വയസ്സ് മുതൽ ഇപ്പോ നമ്മുടെ കലാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യണമെന്ന് സർക്കാർ നമ്മുടെ പുതിയ NEP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 3 വയസ്സിൽ നമ്മുടെ കുഞ്ഞ് ഒരു കലാലയത്തിലേക്ക് ചെല്ലുമ്പോൾ കേവലം അക്ഷരങ്ങൾ പഠിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയല്ല വേണ്ടത്. A for ആപ്പിൾ എന്നും B for ബാറ്റ് എന്നും പഠിപ്പിച്ച്, Aയും Bയും Cയും പഠിപ്പിച്ച് ഇംഗ്ലീഷിലെ ആൽഫബറ്റുകളെ ബൈഹാർട്ട് ചെയ്യുന്ന ഒരു പഠന രീതിയെ അല്ല ആ കുട്ടിക്ക് വേണ്ടത്. 2 കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്,
കുറേ ചൊല്ലിപ്പഠിക്കുന്ന രീതിയിൽ നിന്ന് പുതിയ പഠന രീതികൾ മാറിയിട്ടുണ്ട്. മുമ്പ് എനിക്കറിയാം, ഞാൻ ഈ രംഗത്തേക്ക് വരുന്ന കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചർ വന്നാൽ ഒന്നാമത്തെ വർഷം KGയിൽ വരുന്ന ഒരു ടീച്ചർ പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂത്രവാക്യമാണ്, അതിനുള്ള ടെക്നിക്കാണ് ഒരു ആപ്പിൾ കൊണ്ടുപോയിട്ട് A for ആപ്പിൾ. അത് കൊണ്ടുപോകാറില്ല. ആപ്പിളിനെ വരച്ചു കാണിക്കും, അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള ചിത്രം കാണിക്കും, എന്നിട്ട് ദിസ് ഈസ് ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് A for ആപ്പിൾ എന്ന് പഠിപ്പിച്ച് A എന്ന അക്ഷരത്തെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു രീതി. യഥാർത്ഥത്തിൽ അവിടെ പഠിപ്പിക്കേണ്ടത് A എന്ന അക്ഷരമല്ല, മറിച്ച് A എന്ന അക്ഷരം ഏതൊക്കെ പ്രൊനൗൺസിയേഷനിലാണ് വരുന്നത് അതിൻ്റെ ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണവും അതിൻ്റെ ശബ്ദരൂപവുമാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷെ നമ്മളൊന്നും പഠിച്ച കാലത്ത് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. ഈ അടുത്ത കാലം വരെ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് അക്ഷരമാലകൾ പഠിക്കുന്നതായിരുന്നു നമ്മുടെയൊക്കെ രീതി. മലയാളത്തിലാണെങ്കിൽ ആ മുതൽ ആ വരെ സ്വരാക്ഷരങ്ങളും ഖ തുടങ്ങിയിട്ട് അവസാനം ഹ ഷ സ ഹ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങളും പഠിപ്പിച്ച് അക്ഷരം പഠിക്കുന്നതായിരുന്നു രീതി. ഇപ്പൊ അവിടുന്ന് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ 3-ാം ക്ലാസ് 3 വയസ്സ് പ്രായമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയ കാലത്തെ സ്കൂളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ പഠിക്കുന്നത് ഇത്തരത്തിലുള്ള ഒന്നുമല്ല, ഈ രീതിശാസ്ത്രങ്ങളേ അല്ല, മറിച്ച് അറിവനുഭവങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ കടന്നുപോയി അതിൽ നിന്ന് അറിവ് സ്വാംശീകരിച്ചെടുക്കുന്ന പുതിയ രീതികളാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുമ്പോൾ ആ പഠനത്തെ, അക്ഷരപഠനത്തെയും ലോകക്രമത്തെക്കുറിച്ചുള്ള പഠനത്തെയും പഠിക്കുമ്പോൾ തന്നെ സ്രഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ തന്നെ പഠിച്ചു വരണം. അപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് എത്തിക്സ് മനസ്സിലാവുക. നമ്മുടെ കുട്ടികൾക്ക് ഉപ്പയെയും ഉമ്മയെയും കാണുമ്പോൾ അതെന്റെ ഉപ്പയാണ് ഉമ്മയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്ന വിദ്യാഭ്യാസം ഉണ്ടാകണം. മറിച്ച് അതും ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് എന്ന് ഒരു നിരീക്ഷണത്തിലേക്ക് കുഞ്ഞുങ്ങളെത്താൻ പാടില്ല. ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു അംഗനവാടിയിൽ അവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വെറുതെ ഒരു കുട്ടിയുടെ പുസ്തകം മറിച്ചു നോക്കി. ആ കുട്ടി UKGയിലാണ് പഠിക്കുന്നത്. UKGയിൽ പഠിക്കുന്ന കുട്ടിക്ക് ഫാദർ എന്നുള്ളതിന്റെ ഒരർത്ഥം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. FATHER എന്ന് ഫാദർ എന്ന് എഴുതി കൊടുത്തിട്ട് അതിന്റെ അടിയിൽ ആ പുസ്തകത്തിൽ എഴുതി കൊടുത്തിരിക്കുന്നത് എ മെയിൽ പാരന്റ് എന്നാണ്, പുരുഷനായ രക്ഷിതാവ്. എന്നിട്ട് അതിന്റെ താഴെ അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുള്ളത് ദ ഹസ്ബൻഡ് ഓഫ് യുവർ മദർ എന്നാണ്, നിന്റെ അമ്മയുടെ ഭർത്താവ്. ഒരു ഉപ്പയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനമാണ്. ഇങ്ങനെ ഉപ്പയുടെ ഭർത്താവായിട്ട് ഉമ്മയെയും ഒരു പുരുഷന്റെ പത്നിയായിട്ട് സ്ത്രീയെയും പഠിപ്പിക്കുന്നതിന് പകരം ഇതെന്റെ ഉമ്മയാണ് എന്ന ആത്മവിചാരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തണം. അപ്പുറത്തെ വീട്ടിലേതും പെൺകുട്ടിയാണ്, എൻ്റെ വീട്ടിൽ എനിക്ക് മുതിർന്നവളോ താഴെയായ ഉള്ളവളും പെൺകുട്ടിയാണെന്ന് പഠിച്ചാൽ പോരാ, ഇതെന്റെ സഹോദരിയാണെന്ന് പഠിപ്പിക്കുന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്ന് ചിന്തിച്ചപ്പോഴാണ് വ്യത്യസ്തങ്ങളായ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്പേഴ്സ് പുതിയ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിച്ചു വരുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ വിഖ്യാതമായ ഒരു പഠന രീതിയാണ് തിബിയാൻ പ്രീ സ്കൂളുകൾ എന്ന് പറയുന്നത്. തിബിയാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിക് പ്രീ സ്കൂൾ എന്നാണ് പറയാ.
എന്തുകൊണ്ട്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഖുർആൻ പഠനമാണ്. LKG UKG എന്ന് പറയുന്നതിന് പകരം ഫസ്റ്റ് ഇയർ TLC എന്നും രണ്ടാമത്തെ ഇയർ TMC എന്നും മൂന്നാമത്തെ ഇയർ TUC എന്നും അറിയപ്പെടും. അങ്ങനെ TLCയിലും TMCയിലും TUCയിലും കടന്നു വരുന്ന ഒരു കുട്ടി ഏതെല്ലാം രൂപത്തിലുള്ള പഠനങ്ങളിലൂടെയാണ് കടന്നു പോവുക? വളരെ സന്തോഷമുണ്ടത് പറയുമ്പോൾ. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ തിബിയാൻ സിസ്റ്റം 3 വർഷം കഴിയുമ്പോൾ, അതിന്റെ പ്രാഥമിക ഘട്ടം പിന്നിടുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ വർഷം തുടങ്ങാൻ പോകുന്നു അല്ലേ? ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അടുത്ത ഇയർ അല്ലേ? ഇൻഷാ അല്ലാഹ് 3 വർഷം കഴിയുമ്പോൾ 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള പ്രായമാണ് അതിന്റെ ഒന്നാമത്തെ വർഷം. ആ 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള രണ്ടാമത്തെ വർഷം, 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള മൂന്നാമത്തെ വർഷം, 6 വയസ്സ് പൂർത്തിയാകുന്ന എൻ്റെ സ്ഥാപനത്തിൽ നിങ്ങൾ വന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആ 3 വർഷം പൂർത്തിയാകുന്ന കുട്ടി പരിശുദ്ധമായ സൂറത്തു യാസീൻ ആരുടെ മുമ്പിലും സുന്ദരമായിട്ട് പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ കലാലയങ്ങളിൽ ഇതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ഓഫ് ചെയ്യാൻ നിൽക്കുക. കാരണം ഒരു ക്ലാസ്സിൽ മാക്സിമം 24 അല്ലെങ്കിൽ 26 കുട്ടികളെ പറ്റുള്ളൂ എന്നാണ്. ക്ലോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത്തവണത്തെ വാർഷികത്തിൽ വെച്ചുകൊണ്ട് 3 വർഷം പൂർത്തിയായി TUCയിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾ പരിശുദ്ധമായ യാസീൻ സൂറ കാണാതെ നിന്നിട്ട് പൂർണ്ണമായിട്ടും ഓതിക്കൊടുത്ത് സദഖല്ലാഹുൽ അലിയ്യുൽ അലീം എന്ന് പറഞ്ഞപ്പോ കരഞ്ഞുപോയ രക്ഷിതാക്കളുണ്ട്. കാരണം 7ാം ക്ലാസ്സിലെത്തിയിട്ട് ഖുർആൻ യാസീൻ ഓതാൻ അറിയുന്നില്ല എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ ഉമ്മമാർ, 5ാം ക്ലാസ്സിലെത്തിയിട്ട് ഒരു യാസീൻ കിട്ടൂല എന്ന് പറയുന്ന ഉമ്മമാർ, 10ാം ക്ലാസ്സിലെത്തിയിട്ട് ഒരു യാസീൻ ഓതണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും മൊബൈൽ എടുത്ത് ഓതേണ്ട പ്രയാസമുള്ള ഉമ്മമാർ. ആ ഉമ്മമാരിൽ ചിലര് കരഞ്ഞു. കാരണം അവരുടെ കുഞ്ഞുങ്ങള് വളരെ വൃത്തിയായിട്ട് ബൈഹേർട്ട് ചെയ്ത് യാസീൻ നമ്മളൊന്നും ഓതുന്നത് പോലെയല്ല, മറിച്ച് നിങ്ങൾ ഖുർആനിനെ മൊബൈലിലൊക്കെ കേട്ടിട്ടില്ലേ? ഖുർആൻ ഓതുന്ന വലിയ ഖാരികൾ ഓതുന്നത്, അവരോതുന്നത് പോലെ പരിശുദ്ധമായ യാസീൻ കാണാതെ ഓതുന്നു. അമ്മ സൂറത്തിന്റെ താഴോട്ടുള്ള അവസാനത്തെ ജുസ് അത് പൂർണ്ണമായിട്ടും നമ്മുടെ കുട്ടികൾ നോക്കി ഓതാൻ പഠിക്കും. അവരുടെ പ്രായം 6 വയസ്സാണ്. എല്ലാ ദിവസവും അവരുടെ ജീവിതത്തിൽ വേണ്ട അദ്കാറുകൾ, ദിക്റുകൾ, ഇവിടെ അങ്ങനെയുള്ള പഠിപ്പിക്കുന്ന ധാരാളം അവസരങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ അതൊക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാനിരിക്കുകയാണ്, തിബിയാന്റെ ഭാഗമല്ലെങ്കിൽ പോലും. ആ ദിക്റുകള് ജീവിതത്തിൽ പുലർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാകും എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്ർ ഏതാണെന്ന്. ഇക്കഴിഞ്ഞ ദിവസം പെരുന്നാൾ കഴിഞ്ഞിട്ട്, ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് എൻ്റെ പാരൻസ് ടൂറ് പോവുകയാണ് കുട്ടികളെയും കൊണ്ട്, അവരുടെ കുട്ടികളെയും കൊണ്ട്. അപ്പൊ ഒരു ഉപ്പ ഗൾഫിൽ നിന്ന് വന്നതാണ്, കുട്ടികളെയും കൊണ്ടൊന്ന് ടൂറ് പോകുമ്പോ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷം എന്താണെന്നറിയോ ഉസ്താദെ, വണ്ടിയിൽ കയറിയിട്ട് അവരുടെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറി പോരുമ്പോ വണ്ടിയിൽ വെച്ചുകൊണ്ട് മോള് ചോദിച്ചു, ഉപ്പച്ചി ഞങ്ങൾ ദിക്ർ ചൊല്ലിയിട്ടില്ലല്ലോ, ഉമ്മച്ചി ഞങ്ങൾ ദിക്ർ ചൊല്ലിയിട്ടില്ലല്ലോ. വാഹനത്തിൽ കയറിയാൽ ഉടനെ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന ദിക്ർ ചൊല്ലണ്ടേ, നിങ്ങൾ ആരും എന്താ ചൊല്ലാത്തത്? ഞങ്ങളെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അത് ചൊല്ലാതെ പോകാൻ പാടില്ല, അതുകൊണ്ട് എല്ലാവരും ചൊല്ലിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ടെല്ലാം ദിക്ർ ചൊല്ലിച്ചു. ആ കുട്ടി പഠിക്കുന്നത് TLCയിലാണ്, 1ാം വർഷം തിബിയാനിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടികൾ അത് ബൈഹേർട്ട് ചെയ്ത് പഠിക്കുക മാത്രമല്ല, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലേക്ക് നമ്മുടെ കുട്ടികൾ വരും. പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. 6 വയസ്സിൽ TUC കഴിയുന്ന കുട്ടി സുഖമായിട്ട് ബാങ്ക് വിളിക്കും, ഇഖാമത്ത് കൊടുക്കും, അതിന്റെ ശേഷമുള്ള അദ്കാറുകൾ ചൊല്ലും, മാന്യമായി വുളു എടുക്കും, വുളുവിലെ ഓരോ ദിക്റുകളും ചൊല്ലും. അങ്ങനെ ചൊല്ലി വുളു എടുത്തതിന് ശേഷം ളുഹ്ർ നിസ്കരിക്കും, അസ്ർ നിസ്കരിക്കും. ആ നിസ്കാരത്തിന് ശേഷമുള്ള ഹ്രസ്വമായ പ്രാർത്ഥന ആ കുട്ടികൾ ചൊല്ലിയിരിക്കും.
ഇത്ര കൃത്യമായിട്ട് നമ്മുടെ ട്രെയിനിങ് നമ്മുടെ അധ്യാപികമാർക്ക് നൽകുകയും ലഭ്യമായ ട്രെയിനിങ് അനുസരിച്ച് ചൈൽഡ്ഹുഡ് ആ ഒരു ചെറുപ്പകാലത്തിലെ കുട്ടികളുടെ സൈക്കോളജി പഠിപ്പിച്ചു കൊടുത്ത് അതിനനുസരിച്ച് അവരെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ എത്രമാത്രം പീഡനമായിരിക്കും. കാരണം നമുക്കറിയാമല്ലോ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ യാസീൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിന്റെ എത്ര അടി വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലെ? ഓരോ മുബീനും പഠിക്കുന്ന സമയത്ത് എത്ര തവണ ഉസ്താദ് വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും നമ്മളെ. ഇവിടെ അങ്ങനെ ഒന്നില്ല. ഇവർക്ക് പാഠപുസ്തകങ്ങളേ ഇല്ല. 1ാമത്തെ വർഷം വരുമ്പോ വീട്ടിലേക്ക് തന്നയക്കാൻ ഒരു പാഠപുസ്തകവും ആ കുട്ടിയുടെ കയ്യിൽ ഉണ്ടാവില്ല. തിബിയാൻ പ്രീ സ്കൂളിൽ നിങ്ങൾക്ക് ലഭിക്കുക കുട്ടിക്കുള്ള ഒരു ബാഗും ഒരു ടിഫിൻ കാരിയറും മാത്രമാണ്. തിബിയാൻ എന്ന് നോട്ട് ചെയ്ത ഒരു ടിഫിൻ കാരിയർ മാത്രം വീട്ടിലേക്ക് വരും. ആ ടിഫിൻ ബാഗ് മാത്രമാണ് വീട്ടിലേക്ക് വരിക. കുട്ടിയുടെ എല്ലാ സാധനങ്ങളും സ്കൂളിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. പിന്നെ സ്കൂളിൽ നിന്നത് വരില്ല. എല്ലാ മാസവും മംസ് മീറ്റ് ഉണ്ടാകും, ഉമ്മമാരുടെ മീറ്റിംഗ്. മംസ് മീറ്റ് എന്നാണ് തിബിയാനിൽ അതിന് പറയുക. അതിന് വരുമ്പോ നിങ്ങളുടെ ദീദിമാർ അഥവാ ടീച്ചേഴ്സ്, ദീദിമാര് അവർ ചെയ്ത വർക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരികയും നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയും ചെയ്യും. വീട്ടിലേക്ക് 1ാം വർഷമോ അല്ലെങ്കിൽ 2ാം വർഷമോ ഒന്നും തന്നുവിടുന്ന ഒരു പ്രശ്നമില്ല. അപ്പൊ തന്നെ ഉമ്മാമാർക്കൊരു സമാധാനമായി. ഇല്ലെങ്കിൽ എന്താ അറിയോ, KG ചേർത്തുന്ന അന്ന് മുതൽ തുടങ്ങും ഇടുക്കടാ, പഠിക്കടാ, വരക്കടാ, ഇരിക്കടാ എന്ന് പറയുന്ന അവസ്ഥ, അല്ലേ? സാധാരണ ഇതങ്ങനെയൊന്നും ഇല്ല തന്നെ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞു വിടാം. കുട്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും സ്കൂളിൽ നിന്നാണ്. ക്ലാസ് റൂം അതിനു വേണ്ടിയാണ്. ക്ലാസ് റൂമിൽ അവർക്ക് ചിത്രം വരയ്ക്കാനുള്ള ബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതുപോലെ കറുത്ത ബോർഡ് ഇങ്ങനെ കുറച്ച് ഉയരത്തിൽ, അവരുടെ കയ്യെത്തുന്ന ഉയരത്തിലുണ്ടാകും. അവർക്ക് എന്തും അതിൽ വരയ്ക്കാം. വരയ്ക്കരുത് എന്ന് അവരോട് പറയില്ല, അവർക്ക് വരക്കാം. ഇതുപോലെ നടക്കുന്നുണ്ടാവും ക്ലാസ്സിലെ കുട്ടികൾ. 2 ടീച്ചേഴ്സ് ഉണ്ടാവും, 2 ദീദിമാരുണ്ടാവുക, അവരിങ്ങനെ നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിലൂടെ അവർ അറിയാതെ പഠിച്ചു വരും. പ്ലേ വേ മെത്തേഡ് എന്നാണ് അതിന് പറയാ. പ്ലേ വേ മെത്തേഡ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരതെല്ലാം പഠിച്ചെടുക്കും. ഞാനൊക്കെ ചിലപ്പോൾ നോക്കി നിൽക്കാറുണ്ട് ഈ ദീദിമാരുടെ അടുക്കൽ ആ കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. ഒരാൾ ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാകും, വേറെ ആൾ അവിടെ പാട്ട് പാടുന്നുണ്ടാകും, വേറെ ആൾ ഓടിക്കളിക്കുന്നുണ്ടാകും. ഇതിനൊക്കെ ഇടയിൽ എപ്പോഴാണ് ഇവരിത് പഠിച്ചെടുത്തത് എന്ന് അല്ലാഹു അറിയാം. അങ്ങനെയാണ് 2 ടീച്ചേഴ്സും അവരെ ഇങ്ങനെ കൊണ്ടുപോവുക വളരെ സുന്ദരമായിട്ട്. ഇത് ഖുർആൻ മാത്രമല്ല, ഖുർആൻ പഠിപ്പിക്കുന്ന സ്കൂൾ മാത്രമല്ല, മറിച്ച് അതിനോടൊപ്പം അവരെന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതെല്ലാം പഠിച്ചിരിക്കും. അവരുടെ ശാരീരികമായ വളർച്ച, അതിനോടനുബന്ധിച്ച് അവർക്ക് അവരുടെ ഇന്റലിജൻസ് വളരുന്നതിന്, അവരുടെ ബ്രെയിൻ വളരുന്നതിന് ഒക്കെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകും. എൻ്റെ ക്ലാസ്സിലേക്ക് ആദ്യത്തെ പ്രാവശ്യം കുട്ടികൾ വരുമ്പോൾ അവർ ചെയ്യേണ്ടത്, അവർ നിവർത്തി വച്ച പായുണ്ട്, അതിൽ മുട്ടിലിഴഞ്ഞുകൊണ്ടാണ് വരിക. എന്തിനാ? മുട്ടിലിഴയുന്നതിൻ്റെ പിന്നിലൊരു വളർച്ചയുണ്ട്. എന്തിനാണ് മനുഷ്യന്മാരെ അല്ലാഹു ഇങ്ങനെ മുട്ടിലിഴയിച്ചത് എന്നറിയോ? നമുക്ക് 2 തരത്തിലുള്ള ബ്രെയിൻ ഉണ്ട്, ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ. നമ്മുടെ മനസ്സിന് തലച്ചോറിന്റെ ഇടതുഭാഗവും വലതുഭാഗവുമുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫയർ. അത് രണ്ടും വികസിക്കണം. അത് രണ്ടും വികസിക്കണമെങ്കിൽ ഇതിങ്ങനെ ക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വലതുഭാഗത്തുള്ള ചലനങ്ങളെ കൊണ്ട് ഇടതു ബ്രെയിനും ഇടതുഭാഗത്തുള്ള ചലനങ്ങളെ കൊണ്ട് വലതു ബ്രെയിനുമാണ് വളർച്ച പ്രാപിക്കുക. അങ്ങനെ കുട്ടികളുടെ വളർച്ചാഘട്ടത്തിലെ നാഴികക്കല്ലായ മുട്ടിലിഴയുക എന്നത് നമ്മളൊരു ആക്ടിവിറ്റി ആയിട്ട് കുട്ടിക്ക് കൊടുക്കുന്നു. ഏതാണ്ട് 60-ലധികം ആക്ടിവിറ്റി ബ്രെയിൻ ജിമ്മുകളിലൂടെ ഓരോ വർഷവും നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നു. 60-ലധികം ബ്രെയിൻ ജിമ്മുകൾ. നിങ്ങൾക്ക് കയ്യിൽ മൊബൈൽ ഉണ്ടാകും, വീട്ടിൽ പോയിട്ട് അടിച്ചു നോക്കിയാൽ മതി എന്താണ് ബ്രെയിൻ ജിം എന്ന്. നമ്മൾ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ ജിമ്മിൽ പോകുന്നത് പോലെ നമ്മുടെ ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടിയുള്ള ജിം ആക്ടിവിറ്റീസ്, ബ്രെയിൻ ജിം എന്നാണ് അതിന് പറയുക. ഈ 2 ഹെമിസ്ഫിയറിനെയും വികസിപ്പിക്കുന്നതിനുള്ള ആ ബ്രെയിൻ ജിമ്മുകൾ 3 വയസ്സുള്ള നമ്മുടെ കുട്ടി പരിശീലിച്ചു കൊണ്ടേയിരിക്കും. അതും പക്ഷേ അവരറിയില്ല, അവരുടെ വിചാരം അതവരെ കളിക്കുകയാണ്. അതോരോ വ്യത്യസ്ത കളികളാണ്. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ കൈകളുടെയും മസിലുകളുടെയും പേശികളുടെയും ഒക്കെ വികാസത്തിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ പ്ലേസ്,
നമ്മുടെ ദീദിമാർ അവരെ കൊണ്ട് പരിശീലിപ്പിക്കും. അതവരറിയില്ല, ടീച്ചേഴ്സ് കൂടെ കളിക്കും. അങ്ങനെ കളിച്ച് അതിലൂടെ അവരുടെ ബുദ്ധി വികസിക്കാൻ ആവശ്യമായത് കൊടുക്കുന്നു. അതിനോടൊപ്പം ആവശ്യമായ തോതിലുള്ള ഭക്ഷണം അവർക്ക് നൽകും. ആവശ്യമായ തോത് മാത്രം പോഷകാഹാരം ഇതും അവർക്ക് നൽകും. അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറയും, ഇന്നതേ പാടുള്ളൂ, അങ്ങനെ കൃത്യമാക്കും. അതിനുമപ്പുറത്ത് അവരുടെ ഇമോഷണൽ, അവരുടെ വികാരപരമായ വൈകാരികമായ വളർച്ച, ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷണൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വ്യത്യസ്തങ്ങളായ നടപടിക്രമങ്ങൾ സ്വീകരിക്കും. ഇങ്ങനെ ഓരോ കുട്ടിയുടെയും എല്ലാ തലത്തിലുമുള്ള വികാസം, അതിന് വേണ്ടുന്ന എല്ലാ രീതികളും നമ്മുടെ തിബിയാൻ പ്രീ സ്കൂളുകളിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നു വരുമ്പോൾ അവർക്കറിയാതെ എന്ന വണ്ണം ഉണ്ടാകുന്ന രീതിയാണ് ഉണ്ടാവുക. ഇത് പഠിക്കുകയാണ് എന്നവർക്ക് തോന്നുകയേയില്ല, എന്നാൽ അവർ പഠിക്കുന്നവരായി മാറുകയും ചെയ്യും. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളുമില്ലാതെ, കുട്ടിയെ ഒരു തരത്തിലുള്ള ഷോക്കും ചെയ്യാതെ അവർ പഠിച്ചു വരുന്ന ഒരു രീതിയാണ് തിബിയാൻ പ്രീ സ്കൂളിംഗ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നതോടെ നമ്മുടെ കുട്ടികൾ മാത്സ് പഠിച്ചിട്ടുണ്ടാകും. സാധാരണ UKG കഴിയുന്ന കുട്ടി പഠിക്കുന്നതിലേറെ മാത്തമാറ്റിക്സ് കുട്ടി പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ മലയാളം അക്ഷരങ്ങളും വായനയും പഠിച്ചിട്ടുണ്ടാകും. ഇംഗ്ലീഷ് അക്ഷരങ്ങളും അതിൻ്റെ വായനയും അതിൻ്റെ സൗണ്ട്സും പഠിച്ചിട്ടുണ്ടാകും. അതിനുമപ്പുറത്ത് അവർക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ ഉണ്ടാകും. ഈ അടുത്ത് എൻ്റെ തിബിയാനിലെ ഒരു കുട്ടി ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവൻ്റെ കയ്യിലുള്ള ചെറിയ പാത്രത്തില് വെള്ളം വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിന്നു, ആർക്കാണ്? അപ്പൊ അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു പക്ഷി കുറെ സമയമായിട്ട് അവർ പാത്രം കഴുകുന്ന സ്ഥലത്ത് ഇത്തിരി ഉണ്ടായിരുന്ന വെള്ളം ഇങ്ങനെ കൊത്തിയെടുക്കുന്നത് കണ്ടപ്പോ ഉടനെ ആരും പറയാതെ TMCയിലോ മറ്റോ പഠിക്കുന്ന കുട്ടി ഒരു പാത്രത്തിന്റെ അടപ്പെടുത്ത് അതിൽ വെള്ളം എടുത്തു കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ട് മാറി നിന്നിങ്ങനെ നോക്കുന്നുണ്ട് ആ പക്ഷി വെള്ളം കുടിക്കുന്നത്. പ്രകൃതിയുമായി അവരങ്ങനെ ഇണങ്ങിച്ചേരും. 2 മാസത്തിൽ ഒരിക്കലെങ്കിലും അവർക്ക് എക്കോ വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അവർ കൃഷിയിടങ്ങൾ സന്ദർശിക്കും, തെങ്ങിൻതോപ്പുകൾ സന്ദർശിക്കും, വയലുകൾ സന്ദർശിക്കും, പോലീസ് സ്റ്റേഷനുകൾ സന്ദർശിക്കും, ഹോസ്പിറ്റലുകൾ സന്ദർശിക്കും. ഇങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലും ഈ ഒരു 3 വർഷ കാലയളവ് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 15 എക്കോ വാക്കുകളിലൂടെ പ്രകൃതിയിൽ എങ്ങനെയാണ് സാമൂഹികമായി കാര്യങ്ങൾ നടക്കുന്നത് എന്നവരറിയും. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലൂടെ അവരുടെ എല്ലാ തലത്തിലുമുള്ള വികാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കരിക്കുലമാണ് തിബിയാൻ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ മാസവും മംസ് മീറ്റ് ഉണ്ടാകും. അതിൽ നിങ്ങളുടെ കുട്ടികളുടെ വികാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ടീച്ചേഴ്സിന് ഫോളോ അപ്പ് ട്രെയിനിങ്ങുകൾ ഉണ്ടാകും. അതിലവരെങ്ങനെയാണ് കുട്ടികൾ ഓരോ മാസത്തിലും ചെയ്യേണ്ടതെന്ന് വീക്ഷിക്കുവാൻ പുറത്തുനിന്ന് തിബിയാന്റെ ഒഫീഷ്യൽസ് വന്ന് നോക്കും, അവരെ പരിശോധിക്കും, ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ഇങ്ങനെ എല്ലാ നിലക്കും ഇഫക്റ്റീവായിട്ടുള്ള ഒരു കരിക്കുലമായിട്ട് തിബിയാൻ പ്രീ സ്കൂൾ വരികയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളും അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാവുകയും പ്രായോഗിക ജീവിതത്തിലെ നൈപുണ്യങ്ങൾ ഓരോന്നും അവർ ജീവിതത്തിൽ പകർത്തുകയും, ഭക്ഷണം കഴിക്കുന്നതിനുള്ള ട്രെയിനിങ്, ടോയ്ലറ്റിൽ പോകുന്നതിനുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ വണ്ടിയിൽ കയറാനുള്ള ട്രെയിനിങ്, മാതാപിതാക്കളോട് പെരുമാറേണ്ട ട്രെയിനിങ് എല്ലാം അവരറിയാതെ അവരിലേക്ക് നൽകുകയും ചെയ്യുന്ന പവറിംഗ് ആക്ടിവിറ്റീസ്. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെള്ളവും മറ്റുമൊക്കെ ഇങ്ങനെ കൊണ്ടുചെന്ന് കൊടുക്കുന്നത് പോലെ പവറിംഗ് ആക്ടിവിറ്റീസിലൂടെ ജീവിതക്രമങ്ങളെ താളം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് ഓരോ വിദ്യാർത്ഥിയും പഠിക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളും വിശുദ്ധമായ ഖുർആനും ചേർത്ത് വെച്ചുകൊണ്ടുള്ള പഠനത്തോടൊപ്പം
CBSEയോ ICSEയോ അതല്ല കേരള സിലബസോ ഏത് സ്കൂളിലേക്കും ആവശ്യമാകുന്ന രൂപത്തിൽ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ആ കുട്ടികളെ കൊണ്ടുപോയി ചെന്നാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാവിധത്തിലുള്ള അറിവുകളും സാധാരണ ഒരു കുഞ്ഞിനേക്കാൾ കൂടുതലായി അറിഞ്ഞ് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. ആ നിലക്ക് നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികളെയൊക്കെ അതിലേക്ക് അടുത്ത വർഷവും കൊണ്ടുവന്ന് ചേർക്കുകയും നമ്മെ മാതാപിതാക്കളായി അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ അടിമകളാണ് ഞങ്ങൾ, അതുകൊണ്ട് അവന്റെ കൽപ്പനകളും സഹജീവി സ്നേഹവും ഒക്കെ നമുക്കുണ്ടാകണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വന്ന് ഒരു നല്ല മനുഷ്യരായി ഈ നാട്ടിൽ മാതൃകാപരമായി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ ഇത്തരം പാഠ്യരീതിയിലൂടെ നമുക്ക് സാധിക്കുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ കുട്ടികളെ ആ ഒരു തലത്തിൽ വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ പിൻസർ ഗ്രിപ്പുകൾ നമ്മളെപ്പോഴും കൊടുക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഇക്കഴിഞ്ഞ 2 വർഷങ്ങളിലായി പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ ഉൾപ്പെടെ പാരായണം ചെയ്യാൻ പഠിക്കുകയും ദിക്റുകളും മറ്റുമൊക്കെ പഠിച്ച് ഒരു നല്ല ഉത്തമ വിശ്വാസിക്കുണ്ടാകേണ്ട ആദാബുകൾ അതെല്ലാം പഠിക്കുകയും അതോടൊപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലുമൊക്കെ അത്യാവശ്യം റീഡിംഗ് കപ്പാസിറ്റിയോടുകൂടി പഠിച്ച് പുറത്തു വരികയും ചെയ്ത നമ്മുടെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ കരിക്കുലം ആ ഒരു രൂപത്തിലേക്ക് മാറ്റം വരുത്തി വരുമ്പോൾ എനിക്ക് അവസാനം എൻ്റെ പാരൻസിനോട് പറയാനുള്ളത്, ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ ദീദിമാരും മാനേജ്മെന്റ് ടീച്ചേഴ്സും മാനേജ്മെന്റും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മറിച്ച് രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ വീടിന്റെ അകത്ത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം. അതൊരിക്കലും ഒരു വടിയെടുത്ത് വെച്ച് പഠിക്കടാന്ന് പറയുന്ന സിസ്റ്റമേ അല്ല, മറിച്ച് അവർ പഠിക്കുന്നത് പ്രാക്ടിക്കൽ ചെയ്യാൻ. ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, എഴുന്നേൽക്കുമ്പോൾ ഒരു കുട്ടി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരണമെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതോടൊപ്പം ഉമ്മമാരായ ഉപ്പമാരായ നമ്മളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ആ കുട്ടിക്ക് അത് ചൊല്ലുവാൻ മാതൃക കാണിക്കാൻ നമുക്ക് കഴിയണം. അതിന് മാതൃകാപരമായി അവർ പഠിക്കുന്ന നന്മകളെല്ലാം നമ്മുടെ കൂടി ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപത്തിൽ മാതൃകായോഗ്യമായ ഗ്രഹാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം. അതെങ്ങനെയാ? വായിച്ചു പഠിക്കുന്ന ഒരു കുട്ടി ആ വായിച്ചു പഠിക്കുന്ന സമയത്ത് അവരതിലേക്ക് മുഴുകണമെങ്കിൽ മാതാപിതാക്കളായ നമ്മളും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകണം. നമ്മൾ മൊബൈൽ എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കുട്ടി നമ്മുടെ മടിയിൽ കയറി മൊബൈൽ നോക്കാൻ തുടങ്ങും. നമ്മൾ TV ഓൺ ചെയ്ത് അതിലുള്ള ഏതെങ്കിലും വിഷ്വൽസ് കാണാൻ തുടങ്ങിയാൽ നമ്മുടെ കുട്ടിയും അതിലേക്ക് സ്വാഭാവികമായി വരും. മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങള് പാഠപുസ്തകങ്ങൾ വായിക്കുകയും പരിശുദ്ധമായ ഖുർആൻ വായിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളും വൈകുന്നേരങ്ങളിൽ യാസീൻ ഓതുന്നവരാകണം, തബാറക ഓതുന്നവരാകണം, ഇദാ വഖഅതി ഓതുന്നവരാകണം, സ്വലാത്ത് ചൊല്ലുന്നവരാകണം, 5 നേരം നിസ്കരിക്കുന്നവരാകണം, ആ നിസ്കാരത്തിന്റെ റവാത്തിബുകൾ ചെയ്യുന്നവരാകണം, കാലത്ത് നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് അടക്കമുള്ള നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നവരാകണം. 6 വയസ്സുള്ള എൻ്റെ തിബിയാനിലെ കുഞ്ഞ് 30 ദിവസവും ഞാൻ നോമ്പെടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു പോയി 29 നോമ്പും പൂർത്തിയാക്കിയിട്ട് സമ്മാനം വാങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കളായി നമുക്ക് മാറാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ഏറ്റവും പ്രഥമമായ ബാധ്യത നമ്മളൊരു നല്ല രക്ഷിതാവുക എന്ന് പറഞ്ഞാൽ നല്ല മാതൃകകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുക എന്നതാണ്. അതിന് നമ്മളിൽ മാറ്റമുണ്ടാക്കി ഒരു നല്ല രക്ഷിതാവായി നന്മയാർന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞുവിട്ട്
പരമാവധി നന്മയിലൂടെ അവരെ കൊണ്ടുപോകുവാൻ നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും മെമൻഡോ വിതരണവും നടക്കാനിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ 2 വർഷം പഠനം കഴിഞ്ഞ് അവർ പുറത്തു പോകുമ്പോൾ ഈ കപ്പാസിറ്റികളൊക്കെ പരമാവധി നേടിയെടുത്ത് നമ്മുടെ കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകിയും ആവശ്യമായ പ്രശംസകൾ നൽകിയും നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകണം. ആ വിദ്യാർത്ഥികൾ കടന്നു വരുന്നു, അവർക്ക് അവാർഡുകൾ നൽകണം, അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അവരുടെ വാലിഡേഷൻ ഫംഗ്ഷന് വളരെ നന്നായി നമ്മൾ ആസ്വദിച്ചും കൂടെ നിന്നും അവരെ ചേർത്ത് പിടിച്ചും ഈ മാനേജ്മെന്റിന്റെ കൂടെ നിന്നും നമ്മൾ ഉണ്ടാകണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.